നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ വീണ തായ്ക്കണ്ടി നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. വീണയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇഡി. ഇന്നലെ വി.ഡി. ഈ കേസിൽ, അതായത് വീണ പ്രതിയായിരിക്കുന്ന കേസിൽ മറ്റൊരു പ്രതി, വീണയുടെ കമ്പനി എക്സാലോജിക് CMRL എന്നൊരു കമ്പനിയിൽ നിന്നാണ് പണം വാങ്ങി സേവനം നൽകാനായി കരാർ ഒപ്പിട്ടത്. ആ കമ്പനിയുടെ MD-യുടെ മകൾ, അതായത് ശശിധരൻ കർത്ത എന്ന CMRLൻ്റെ MD-യുടെ മകൾ ഷിബി എസ് കർത്ത ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരായി. അവർ ഈ CMRLൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമായ നിപുണ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ്. ഈ നിപുണ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. ചരക്ക് നീക്കത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ ഡയറക്ടർ കൂടിയായ ശശിധരൻ കർത്തയുടെ മകൾ കൂടിയായ ശ്രീമതി ഷിബി എസ് കർത്ത ഇന്നലെ രേഖകൾ സഹിതം, അതായത് ഇഡി ആവശ്യപ്പെട്ട രേഖകൾ സഹിതം ഹാജരായി. അവരെ രാവിലെ മുതൽ വൈകിട്ട് വരെ ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. ഇന്ന് ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്തയും അതുപോലെ മകൻ ശരൺ എസ് കർത്തയും, ജയ കർത്തയും മകൻ ശരൺ എസ് കർത്തയും ഇന്ന് ഇഡിക്ക് മുന്നിൽ രാവിലെ 11 മണിക്ക് ശേഷം ഹാജരായി. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പൂർത്തിയായിട്ടില്ല, ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു പക്ഷേ ഈ വാർത്ത പ്രേക്ഷകരുടെ അടുത്തെത്തുമ്പോഴേക്കും അവർ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ജയ കർത്തയെയും ശശിധരൻ കർത്തയുടെ മകൻ ശ്രീ ശരൺ എസ് കർത്തയെയും വിട്ടയച്ചിട്ടുണ്ടാകും. എന്തായാലും ഈ ജയ കർത്ത CMRLൻ്റെ തന്നെ മറ്റൊരു സഹോദര സ്ഥാപനമാണ് എംപവർ ഇന്ത്യ ലിമിറ്റഡ്. അതായത് വലിയ തുകകൾ കടം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഒപ്പം ഈ നമ്മുടെ CMRLലും അവർക്ക് ചുമതലകളുണ്ട്. CMRLൻ്റെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറാണ് ശരൺ എസ് കർത്ത. ഈ രണ്ടുപേരെയും ഇഡി ഇന്ന് ഹാജരാകണമെന്ന് കാണിച്ച് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഇന്ന് ഇഡി ആവശ്യപ്പെട്ട രേഖകളുമായിട്ട് ഹാജരായിട്ടുണ്ട്. ഇഡി ആവശ്യപ്പെട്ടത് ഈ എക്സാലോജിക് എന്ന വീണ തായ്ക്കണ്ടിയുടെ കമ്പനി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവരിൽ നിന്നും, അതായത് ഈ എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും 2 ഗഡുക്കളായിട്ട് 50 ലക്ഷം രൂപ വായ്പ വാങ്ങിയിരുന്നു. 25 ലക്ഷം വീതം. ആ വായ്പ വാങ്ങിയതിൻ്റെയും അത് 12% പലിശയ്ക്കാണ് ആ വായ്പ വാങ്ങിയിരിക്കുന്നത്. അത് തിരിച്ചടച്ചതിൻ്റെയും ഒക്കെ വിശദ വിവരങ്ങളാണ് ഇഡി ആവശ്യപ്പെട്ടത്. ആ രേഖകൾ സഹിതമാണ് ഇരുവരും ഇന്ന് ഹാജരായത്. അതനുസരിച്ച് വീണ 2 ഗഡുക്കളായിട്ട് 49 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. വാങ്ങിയത് 50 ലക്ഷമാണ്, അതിൽ 49 ലക്ഷം രൂപ തിരിച്ചടച്ചു. പക്ഷേ പലിശ അടച്ചിട്ടില്ല. അപ്പോൾ എത്ര കാലം കൊണ്ട് ഈ തുക തിരിച്ചടച്ചു, അതായത് വായ്പ എടുത്തതിന് ശേഷം എത്ര കാലം കഴിഞ്ഞ് ഈ തുക തിരിച്ചടച്ചു, അതുവരെയുള്ള പലിശ എത്രയാണ്, അതെന്തുകൊണ്ട് അടച്ചില്ല, മാത്രമല്ല ഈ വായ്പ വീണ വാങ്ങിയത് എന്തിനാണ്, എന്താവശ്യം പറഞ്ഞാണ് എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും ഈ വായ്പ വാങ്ങിയത്, ഇതൊക്കെയാണ് ഇഡിക്ക് അറിയേണ്ടത്. ഇതൊക്കെ നേരത്തെ തന്നെ ഒരു ചോദ്യാവലിയായിട്ട് തയ്യാറാക്കി ഈ CMRLൻ്റെ ഡയറക്ടർമാർക്കും മറ്റും അത് നൽകിയിരുന്നു. ഈ CMRLൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഇഡി സമൻസൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പന്തിയല്ലാത്തതിനാൽ അദ്ദേഹം ഹാജരായിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്നത് വാസ്തവമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ഇപ്പോൾ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്,
വീണയെ ഇടവും വലവും മുകളിലും താഴെയും മുമ്പേയും പുറകെയും ഒക്കെയായിട്ട് പൂട്ടാൻ തന്നെയാണ് ഇ ഡിയുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ഈ എംപവർ ഇന്ത്യയിൽ നിന്ന് വായ്പ 50 ലക്ഷം രൂപ വാങ്ങിയതിനെക്കുറിച്ചും അത് എന്താവശ്യം പറഞ്ഞു വാങ്ങി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇ ഡി ഇത്ര വിശദമായി അന്വേഷിക്കില്ലായിരുന്നു. ഇതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് മുമ്പൊക്കെ പുറത്തു വന്ന വാർത്ത, ഈ 50 ലക്ഷം രൂപ വാങ്ങിയ വീണ വായ്പയായിട്ട് എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് വാങ്ങിയ എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടർ കൂടിയായ വീണ കേവലം 4 ലക്ഷം രൂപ മാത്രമേ തിരിച്ചടച്ചിരുന്നുള്ളൂ എന്നാണ്. മാധ്യമങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് വാർത്ത അങ്ങനെ കൊടുത്തിരുന്നു. അതുമാത്രമല്ല, ഈ വായ്പ അങ്ങനെ നിലനിൽക്കെ വീണ എക്സാലോജിക്ക് നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക ഗവൺമെൻറ്റിന് കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു വാർത്തയും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരു വായ്പ നിലനിൽക്കെ ആ കമ്പനി നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി അത് വൈൻഡപ്പ് ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത് ഗുരുതരമായ ഒരു ക്രമക്കേടിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു വായ്പ നിലനിൽക്കെ ഒരിക്കലും കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ കഴിയില്ല. ഈ വിവരങ്ങളൊക്കെ വീണ രഹസ്യമായി സൂക്ഷിച്ച് അല്ലെങ്കിൽ രഹസ്യമാക്കി വെച്ചുകൊണ്ട് കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ അപേക്ഷ കൊടുത്തു എന്നും കമ്പനി വൈൻഡപ്പ് ചെയ്തു എന്നുമുള്ള വാർത്തകളാണ് നേരത്തെയൊക്കെ പുറത്തു വന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ എടുത്ത വായ്പയിൽ 49 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നും ഇനി അതിൻ്റെ പലിശ അടക്കം തിരിച്ചു കൊടുക്കാനുണ്ടെന്നും ഉള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പണം എപ്പോൾ വീണ ഇവർക്ക് മടക്കി കൊടുത്തു എന്ന് വ്യക്തമല്ല. അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ അപേക്ഷ സമർപ്പിച്ച് കമ്പനി വൈൻഡപ്പ് ചെയ്തതിന് ശേഷമാണോ അതോ അതിന് മുമ്പെയാണോ ഈ വായ്പ അടച്ചു തീർത്തത്, അതായത് ആ പണം മടക്കി നൽകിയത് എന്ന വിവരം ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായ്പ നിലനിൽക്കെ കമ്പനി വൈൻഡപ്പ് ചെയ്തെങ്കിൽ, അടച്ചുപൂട്ടിയെങ്കിൽ അത് ഗുരുതരമായ ഒരു ക്രമക്കേടായിട്ട് കമ്പനി ആക്ടിൽ പറയുന്നു. അതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇ ഡി ഇരുവരെയും, അതായത് CMRLൻ്റെ MD ശശിധരൻ കർത്തയുടെ ഭാര്യയും മറ്റൊരു ഡയറക്ടർ കൂടിയായ ജയ കർത്തയെയും CMRLൻ്റെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറായ ശരൺ എസ് കർത്തയെയും വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇ ഡി പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഇന്നലെ ഈ ശശിധരൻ കർത്തയുടെ മകളും നിപുണ, അതായത് CMRLൻ്റെ സഹോദര സ്ഥാപനമായ നിപുണ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ഡയറക്ടറും കൂടിയായ ശ്രീമതി ഷിബി എസ് കർത്തയെ വിശദമായി ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നും അതായത് അവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ച് ഇ ഡി കാര്യങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SFIOയുടെ അന്വേഷണം, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് 54 വാല്യങ്ങളായിട്ട് 134 രേഖകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. 180 കോടിയിലധികം രൂപ അനാവശ്യമായി CMRL ചെലവിട്ടു എന്നുള്ളതാണ്. അതായത് കേരള സർക്കാരിന് കൂടി ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം, ഒരു പൊതുമേഖലയിൽ നിലനിൽക്കുന്ന, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം 180 കോടി രൂപ അനാവശ്യമായി, അതായത് കൃത്യമായ കാരണങ്ങളും കണക്കുകളും ബോധിപ്പിക്കാതെ ചെലവഴിച്ചു എന്നുള്ളിടത്തുനിന്നാണ് ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഈ പരാതി ആരംഭിക്കുന്നത്. ഇൻകം ടാക്സ് അത് കണ്ടെത്തുകയും അത് ഇൻ്ററിംഗ് സെല്ലിന് അത് കൈമാറുകയും ചെയ്തു. അവിടെ നടന്ന ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് ഫൈൻ അടച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ അവിടെ നിന്നും ഇത് പരാതിയായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷോൺ ജോർജ് ഒരു പരാതിയായി SFIOയ്ക്ക് കൊടുക്കുകയും SFIO അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പല ഘട്ടങ്ങളിലും CMRLും അന്നത്തെ സംസ്ഥാന സർക്കാരും, അതായത് വീണ തായ്ക്കണ്ടിയുടെ അച്ഛൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ വ്യവസായ വകുപ്പ് ആ അന്വേഷണം തടയാൻ
നിരവധി മാർഗങ്ങൾ സ്വീകരിച്ചു, നിരവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. ആ അന്വേഷണം മുന്നോട്ട് പോയി. SFIO അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ്. അതിൽ നിന്ന് 54 വാല്യങ്ങളായിട്ട് 134 രേഖകളാണ് ED ഇപ്പോൾ SFIOയിൽ നിന്ന് കോടതി വഴി നിയമപരമായി നേടിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ഹാജരാകേണ്ടത് വീണ തായ്ക്കണ്ടിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ തായ്ക്കണ്ടിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ED നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അസുഖസഹജമായ കാരണങ്ങളാൽ, അതായത് ആരോഗ്യനില മോശമായതിനാൽ, താൻ രോഗബാധിത ആയതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് വീണ നൽകിയ മറുപടി. അത് അംഗീകരിച്ചുകൊണ്ട് ED ബുധനാഴ്ച, അതായത് നാളെ ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് മാറ്റി നൽകി. ഇന്ന് ഈ നിമിഷം വരെയും വീണ ഈ ഹാജരാകാൻ സാവധാനം, അതായത് സമയം നീട്ടി ചോദിച്ചുകൊണ്ട് വീണ EDയെ സമീപിച്ചിട്ടില്ല. വീണ തായ്ക്കണ്ടിയോ അവരുടെ അഭിഭാഷകനോ നാളെ ഹാജരാകാൻ കഴിയില്ല, സമയം നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് EDയെ ഇതുവരെയും ഈ നിമിഷം വരെയും സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 11 മണിയോടുകൂടി വീണ EDക്ക് മുന്നിൽ, അതായത് EDയുടെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്ന ഒരു വിശ്വാസത്തിലാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നാളെ രാവിലെ 11 മണിയോടുകൂടി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. വീണ ഹാജരാകാം, ഹാജരാകാതെ ഇരിക്കാം. ഒരു പക്ഷേ ഹാജരാകാതെ ഇരുന്നാൽ ED അടുത്ത, അതായത് കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന് വ്യക്തമാണ്. ഒരു പക്ഷേ അറസ്റ്റ് വരെ നടന്നേക്കാം. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞും വീണയുടെ അറസ്റ്റ് സംഭവിച്ചേക്കാം. ഒരുപക്ഷെ നാളെ ചോദ്യം ചെയ്തതിന് ശേഷം വീണയെ വിട്ടയക്കുകയും ചെയ്യാം. എന്തായാലും ഈ വീണ മാസം 8 ലക്ഷം രൂപ, വീണ 5 ലക്ഷവും എക്സാലോജിക്ക് 3 ലക്ഷവും, അങ്ങനെ ഏതാണ്ട് 2.78 കോടി, അതായത് ഒരു വർഷം 96 ലക്ഷം രൂപ വച്ച് 3 വർഷം ഏതാണ്ട് 2.78 കോടി രൂപ വീണ എക്സാലോജിക് എന്ന കമ്പനിയിലൂടെ CMRL നിന്നും സേവനം നൽകി എന്ന വകുപ്പിൽപ്പെടുത്തി വാങ്ങിയെടുത്തു. അത് മാസം തോറും 5 ലക്ഷം വീണയ്ക്കും 3 ലക്ഷം എക്സാലോജിക്കിനും കിട്ടി എന്നാണ്. അതുകൊണ്ടാണ് ഈ കേസിനെ മാസപ്പടി കേസ് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. എന്തായാലും ഈ പണം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സേവനമാണ് നൽകിയത്, ഒപ്പം ഈ പറഞ്ഞതുപോലെ എക്സാലോജിക്കിൽ നിന്ന് തൃപ്തികരമായ സേവനം ലഭിച്ചോ എന്ന് CMRLും ഇവർ രണ്ടുപേരുമാണ് അതിന് ഉത്തരം പറയേണ്ടത്. ആ ഉത്തരം EDക്ക് ബോധ്യപ്പെടുന്നതാകുകയും വേണം. അല്ലാത്ത പക്ഷം അവർ തുടർ നടപടികളിലേക്ക് കടക്കും. മറ്റൊന്ന്, ഈ CMRLൻ്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് 50 ലക്ഷം രൂപ 2 ഗഡുക്കളായിട്ട് 25 ലക്ഷം വീതം വായ്പ എടുത്തത് എന്തിന്, എന്താവശ്യത്തിന്, ആ പണം എങ്ങനെ ചെലവഴിച്ചു, ഇതൊക്കെയാണ് EDക്ക് അറിയേണ്ടത്. ED ഇവിടെ സംശയിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള കോടതിയിൽ ഈ കേസിൻ്റെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതൊക്കെ അവിടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നത് ആ കോടതിയിലും കൂടിയാണ്. അത് കൊച്ചിയിലെ ആ കോടതിയിൽ നിന്നുമാണ് ഇപ്പോൾ ഈ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായ 54 വാല്യങ്ങളിലായി 134 രേഖകൾ അടങ്ങിയ ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ED ആ കോടതിയിൽ നിന്നുമാണ് വാങ്ങിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ താമസം വിന, ഏറി വന്നാൽ 1-2 ദിവസത്തിനുള്ളിൽ പുറത്തു വരും എന്ന് കരുതപ്പെടുന്നു. വീണയെ ചോദ്യം ചെയ്യുന്നതോടുകൂടി EDക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ അറിവുകൾ ലഭിക്കും, വിവരങ്ങൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷ. ഈ 180 കോടി അനാവശ്യമായി ചെലവഴിച്ചത് എങ്ങനെയൊക്കെ, എന്തിനൊക്കെ, ആർക്കൊക്കെയാണ് പണം നൽകിയത്, ഇതിനൊക്കെ CMRLും മറുപടി പറയേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്നിപ്പോൾ CMRLൻ്റെ MDയുടെ ഭാര്യയും മകനും EDക്ക് മുന്നിൽ ഹാജരായി. അവരെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കി. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ VIP, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വീണ തായ്ക്കണ്ടി എന്ന
പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ്റെ മകൾ വീണ തായ്ക്കണ്ടി നാളെ രാവിലെ ഹാജരാകും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. നന്ദി, നമസ്കാരം.